അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എന്നെ കണ്ടപ്പോൾ നിങ്ങളൊക്കെ എഴുന്നേറ്റ് നിന്നില്ല. എന്താ കൊടക്കാടിന്റെ അവസ്ഥ? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. വയസ്സിന് മൂത്ത ആളുകൾക്ക് സീറ്റ് ഓലൊക്കെ നീറ്റ് നിൽക്കണം. വയസ്സിന് മൂത്തോര് ചെറുപ്പക്കാരത്തിലൊക്കെ ഇരിക്കണം. വയസ്സത്തിലൊക്കെ നീച്ചൊക്കെ എന്നിട്ട് കാരണം അല്ലേ, വയസ്സായ ആളുകൾക്ക് ഇരിക്കാനുള്ള സ്ഥലം എന്ത് ചെയ്യാൻ നിങ്ങൾ കൊടുക്കണം. ആ ഒരു താത്ത നീച്ചു. നിങ്ങൾ ഇരുന്നോളി, നിങ്ങൾക്ക് വയസ്സായിക്കണം. അള്ളാഹു ബർക്കത്ത് കേട്ടോ. എല്ലാ വിഷമം അള്ളാഹു മാറ്റി തരട്ടെ. സങ്കടങ്ങളൊന്നും അള്ളാഹു തരാതിരിക്കട്ടെ. ഈ സമയം 10:30 മണിയായിട്ടുള്ളൂ. 200 ചില്ലാന ടോക്കനായി. ഈ സമയമാകുമ്പോൾ ഒരുപാട് ആളുകൾ വരാണ്ട്. തടി കൊണ്ട് വയ്യ, ആളുകളെ നോക്കാനും വയ്യ. അള്ളാഹു ഇവിടെ വന്നവർക്കൊക്കെ അർഹമായ പ്രതിഫലം അള്ളാഹു നൽകട്ടെ. സന്തോഷ സമാധാനമൊക്കെ അള്ളാഹു നൽകട്ടെ കേട്ടോ. ചായ കുടിച്ചോ? ഇവിടുന്ന് കുടിച്ചോ? ഇവിടുന്ന് കുടിച്ചില്ലേ? അള്ളാഹു നിങ്ങൾക്ക് ചായ കുടിച്ചില്ലേ? ഇനി കഞ്ഞിയുണ്ട്, ബിരിയാണി ഉണ്ട്. ഒരുപാട് സങ്കടമുള്ള ആൾക്കാർ ഈ കൂട്ടത്തിൽ ഉണ്ടാവില്ലേ? സങ്കടമുള്ളതുകൊണ്ടല്ലേ വന്ന്? അല്ലെങ്കിൽ നിങ്ങൾ വരുമോ? വരില്ലല്ലോ. അള്ളാഹു നമ്മളെ സങ്കടങ്ങളൊക്കെ ഉള്ള മാറ്റി തരട്ടെ. അപ്പൊ നമ്മളെ സങ്കടങ്ങൾ മാറാം. ഇതിന്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? 3 ഫാത്തിഹ ഓതണം. 5 സ്വലാത്തുൽ ഫാത്തിഹയുടെ കൂടെ ചൊല്ലണം. ബക്കരി തങ്ങള് അള്ളാഹുവിനോട് ദുആ ചെയ്തു 80 കൊല്ലം. ബക്കരി തങ്ങള് 80 കൊല്ലം അള്ളാഹിനോട് ദുആ ചെയ്തു, റബ്ബേ ചോദിച്ചാൽ ഉത്തരം കിട്ടുന്നൊരു ദുആ പറഞ്ഞു തരണം. എത്ര കൊല്ലം? 80 കൊല്ലം ബക്കരി തങ്ങൾ അള്ളാഹിനോട് ദുആ ചെയ്തു. 80ാമത്തെ കൊല്ലം പ്രകാശത്തിന്റെ രൂപത്തിൽ അള്ളാഹു അറിയിച്ചു കൊടുത്ത സ്വലാത്താണ് സ്വലാത്തുൽ നേരം. നോവുണ്ടോ, വീടാമൂറാതുണ്ടോ, ഹബീബോരിൽ ചൊല്ലൂ നീ സ്വലവാത്തുൽ ഫാത്തിഹ. തീരാത്ത കഥനമുണ്ടോ? മോനെ 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 റോട്ടിന്റെ അവിടെ നിർത്തിച്ച് കിടങ്ങാറാക്കണ മോമാലി. എന്തിനാണ് മോമാലിനെ? ഭക്ഷണം പറഞ്ഞു കൊടുക്കണം. ചോറ് വിളമ്പാൻ ആളെ നിർത്തണം. അത് ഇറങ്ങിയുണ്ടാക്കില്ലേ? വിളമ്പിയോ? നമ്മളെന്തോ പറഞ്ഞാണ് ഇവിടെ ആൾക്കാരൊക്കെ ഇരുന്നോ? അപ്പൊ 3 ഫാത്തിഹ സ്വലാത്തുൽ ഫാത്തിഹ ഞാൻ പറഞ്ഞില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إلى حضرة نبينا وشفيعنا منجينا هادينا مصطفى محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. അള്ളാഹുവെ സ്വീകരിക്കണേ റബ്ബേ. ആ പുറക്കിലിരിക്കുന്ന ആൾക്കാർ ഒന്ന് കയറിയിരിക്കും, ഒന്ന് കയറിയിരിക്കാം. ഒഴിഞ്ഞ കസാലയ്ക്ക് ഒന്ന് കയറിക്കും. ഒഴിഞ്ഞ കസാല ഉണ്ടാവണം, ഒന്ന് കയറിയിരിക്കും. അള്ളാഹു റാഹത്താക്കട്ടെ. കയറിയിരിക്കും. ഞങ്ങളിപ്പോൾ വരുമ്പോൾ അവിടെ കാണായിട്ടാണ്. ഒന്ന് കയറിയിരിക്കും. ഒരുപാട് ആളുകൾക്ക് നമ്മളെ മജ്‌ലിസ് കൊണ്ട് ഫളലുണ്ട്. അവിടെ ചോറ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആൾക്ക് തയ്യാറിക്കാൻ വേണ്ടി നോക്കാൻ വേണ്ടി പോയതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഉപ്പാന സ്ഥാനത്താണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ ഒക്കെ ആർക്കും എവിടെ എത്തൂല. അല്ലാഹു തആല ഖൈർ നൽകി അനുഗ്രഹിക്കട്ടെ.
അപ്പോൾ അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ. ഞങ്ങൾ ചൊല്ലിയതായ സ്വലാത്തുൽ ഫാത്തിഹ സൂറത്തിനെ സ്വീകരിക്കണേ റബ്ബേ. മുത്തിലും മുത്തായി മുത്ത് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ് തങ്ങളുടെ ഹദ്റത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. സന്തോഷം നൽകണേ റബ്ബേ, സമാധാനം നൽകണേ റബ്ബേ, ഖൽബിന് നല്ല സുക്കൂത്ത് നൽകണേ റബ്ബേ. ഞങ്ങളെല്ലാ ടെൻഷനുകളും മാറ്റിത്തരണേ റബ്ബേ. എത്രയോ കുട്ടികൾ മാനസിക രോഗികളാണ്, ഇവിടെയും വന്നു എത്രയോ കുട്ടികൾ. അല്ലാഹുവേ പരിപൂർണമായ ശിഫ നൽകണേ റബ്ബേ, ആജിലായ കാമിലായ ശിഫ നൽകണേ റബ്ബേ. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ അടുത്തേക്ക് എന്താഗ്രഹിച്ചുകൊണ്ടാണോ ഇവിടെ വന്നത് അത് നീ ഖൈറിലാക്കി തരണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ കച്ചവടങ്ങളിൽ ബറക്കത്ത് നൽകണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ നീ സന്തോഷം നൽകണേ അല്ലാഹ്. രോഗങ്ങൾ നീ ശിഫയാക്കണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട ഒരു വരിയാണ്, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ദുആയിരുന്നില്ലേ? അല്ലാഹു സംഘ ചൊല്ലില്ലേ? ചൊല്ലിയിട്ടില്ല. നിന്റെ കൂടെ 5 സ്വലാത്തിലിട്ടോ. ഇന്നല്ലാഹ വമലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره مقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره مقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره مقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره مقداره العظيم. الله يسيرك الله. الحمد لله رب العالمين نعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. റഹ്മാനുർ റബ്ബേ, ഈ സദസ്സിൽ വെച്ച് ഞങ്ങൾ ഓതിയ സൂറത്തുൽ ഫാത്തിഹ നീ സ്വീകരിക്കണം അല്ലാഹ്. ഞങ്ങൾ ഓതിയ സൂറത്തുൽ ഫാത്തിഹയുടെ ബറക്കത്ത് കൊണ്ട് നൂറെ ഹബീബിന്റെ വീടിന്റെ ഉമ്മറത്ത് വന്ന ഈ ആയിരക്കണക്കിന് ആളുകളുണ്ട് റബ്ബേ, അവരെല്ലാരുടെ വിഷമങ്ങളും നീ മാറ്റി കൊടുക്കണം അല്ലാഹ്. സങ്കടങ്ങൾ മാറ്റി കൊടുക്കണം അല്ലാഹ്. അല്ലാഹ് നീ ഖൈർ നൽകണേ അല്ലാഹ്, ബറക്കത്ത് നൽകണേ അല്ലാഹ്. എന്ത് വിഷമങ്ങളൊക്കെ ഉണ്ടാണോ ഈ വീടിന്റെ മുറ്റത്ത് വന്ന് ഞങ്ങളെ കൂടെ ഫാത്തിഹ ഓതി സ്വലാത്ത് ചൊല്ലിയതെങ്കിൽ തിരിച്ചു വീട്ടിലെത്തുമ്പോഴത്തേക്ക് സന്തോഷ വാർത്ത അറിയിക്കണല്ലോ. അല്ലാഹുവേ, മക്കളില്ലാത്തവർക്ക് സ്വാലിഹായ മക്കളെ നീ കൊടുക്കണല്ലോ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണല്ലോ. ഒരുപാട് പേര് രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നുണ്ട്. എല്ലാവരുടെ രോഗവും നീ ശിഫയാക്കണല്ലോ. മരുന്ന് കുടിച്ചിട്ട് മാറാത്ത രോഗം ഞങ്ങൾക്ക് തരല്ല റബ്ബേ. ഞങ്ങളെ മക്കളെ നന്നാക്കണല്ലോ, ഞങ്ങളെ ഭർത്താക്കന്മാരെ നന്നാക്കണല്ലോ, ഞങ്ങളെ മരുമക്കളെ നന്നാക്കണല്ലോ, ഞങ്ങളെ പേരമക്കളെ നന്നാക്കണല്ലോ. ഒരു കല്ലിനടിമയാക്കല്ലേ അല്ലോ, പെണ്ണിനടിമയാക്കല്ലേ അല്ലോ, കഞ്ചാവിനടിമയാക്കല്ലേ അല്ലോ. അല്ലാ, ഞങ്ങളെ മക്കള് പ്രവാസികളാണ്, വിഷമങ്ങളെ മാറ്റി കൊടുക്കണല്ല. അല്ലാഹുവേ, ഇറാഖ് ഇസ്രായേലിന്റെ ഭരണാധികാരികൾക്ക്, അമേരിക്കന്റെ ഭരണാധികാരിക്കും, ഇറാന്റെ ഭരണാധികാരിക്കും നല്ല ഖൽബ് നൽകണല്ലോ. യുദ്ധം അവസാനിച്ച് സാധാരണയിലേക്ക് എത്താള ഭാഗ്യം നൽകണല്ലോ. അല്ലാഹ്, കല്യാണം ശരിയാവാത്ത ആൺകുട്ടികളുണ്ട്, പെൺകുട്ടികളുണ്ട്, അവർക്ക് ഹൈറാകുന്ന തുണകളെ നൽകണം അല്ലാഹ്. അല്ലാഹുവേ, നരകം ഞങ്ങൾക്ക് ഹറാമാക്കണം അല്ലാഹ്.
സ്വർഗം ഞങ്ങൾക്ക് വാജിബാക്കണല്ല. അല്ലാഹുവേ ഖബർ മുതൽ മഹ്ശറ വരെ വിഷമം ഞങ്ങൾക്ക് തരല്ല അല്ലാ. കടങ്ങളെ കൊണ്ട് കട്ടപ്പെടുന്ന കടങ്ങളെ വീട്ടി കൊടുക്കണല്ല. ആധാരം ബാങ്കിലാണ്, സ്വർണ്ണാഭരണങ്ങൾ ബാങ്കിലാണ്. എടുക്കാൻ വഴി ഞങ്ങൾക്ക് കാണിച്ചു കൊണ്ടറട്ടെ. ഈ മക്കളെ സഹായിക്കുന്നവരെ സഹായിക്കണല്ല, പാവപ്പെട്ടവരെ സഹായിക്കുന്നവരെ സഹായിക്കണല്ല. സ്ഥലം വാങ്ങാൻ പൈസ തന്നവരുടെ റബ്ബേ സ്വർഗം നൽകണേ അല്ലാ. ഭക്ഷണം തന്നവർക്ക് ദാരിദ്ര്യം കൊടുക്കല്ല അല്ലാ. ദുആ സ്വീകരിക്കണല്ല, ദുആ സ്വീകരിക്കണല്ല. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. حسبنا الله ونعم الوكيل ونعم المولى ونعم النصير. ولا حول ولا قوة إلا بالله العلي العظيم. آمين آمين برحمتك يا أرحم الراحمين. توسلنا وبالهادي رسول الله وكل مجاهد لله وأهل البدير يا الله. صلاة الله صلاة الله سلام الله. إلهي سلم الأمة من الآفات والنقمة ومن هم ومن أمة بأهل البدير يا الله. صلاة فضل مريان സ്വർണം صلاة الله سلام الله. അല്ലാഹു ബർക്കത്ത് കേട്ടോ. ഇവിടെ 92 മക്കളെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. എത്ര? ഒരു കുട്ടിനെ കല്യാണം കഴിച്ചു വിടണമെങ്കിൽ അന്ന് കഴിഞ്ഞ 6 മാസം മുമ്പ് 3.5 ലക്ഷം റുപ്യാണ്. അപ്പൊ 100 കുട്ടികളാകുമ്പോഴത്തേരായി 3.5 കോടി. അത് 3.5 കോടി റുപ്യ ഇപ്പൊ നമ്മൾ കുട്ടികളെ കല്യാണം കഴിപ്പിച്ചു വിട്ടു. എത്തിയ മക്കളെ പാവങ്ങളെ 20 എത്തിയ മക്കൾക്ക് വീട് വെച്ചു കൊടുത്തു. ഇപ്പൊ 3 എത്തിയ മക്കളെ പലപ്പണി തുടങ്ങി നടക്കുന്നുണ്ട്. ഒരു 2 കോടി റുപ്യന്റെ മുകളിൽ പോയിട്ടുണ്ടാവും. 50 കുടുംബങ്ങൾക്ക് സ്ഥലം കൊടുത്തിട്ടുണ്ട്. പലരുമ്മണ്ട് ഇവിടെ. നിങ്ങൾക്ക് സ്ഥലം കിട്ടിയിട്ടില്ല. അതും ഒരു 1-2 കോടി. ഇപ്പൊ ഇനി എത്തി ദർസ്, പിന്നെ 100 ചില്ലാൻ എത്തിയ മക്കളെ പൈത മക്കൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഒരു മാസം 5 ലക്ഷം റുപ്യ അതിന് വേണം. അപ്പൊ ഇതൊക്കെ ഇവിടെ ഒരാളെ മുന്നിൽ പോയി നമ്മൾ പൈസ പിരിച്ചിട്ടില്ല. ഇവിടെ വന്ന് ചികിത്സ ചെയ്ത് അവർക്ക് കിട്ടുന്നതിൽ നിന്ന് ഒരു നെയ്യത്ത് വെച്ച് തരും. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. പിന്നെ ഈ വർഷം 20 മക്കളെ കല്യാണമാണ്. എത്ര? 10 ആൾക്കാർ സ്വർണ്ണം ഇങ്ങനെ കൊടുന്നു തരാൻ തുടങ്ങി. നൂറെ ഹബീബ് തങ്ങൾക്ക് പൈസ തരാനും സ്വർണം തരാനും എന്തില്ല, ഒരു മടിയില്ല. അല്ലാഹു ധാരാളം സമ്പത്ത് അല്ലാഹു നൽകട്ടെ. ഖബർ മുതൽ മഹ്ശർ വരെ ഒരു വിഷമം അല്ലാഹു തരാതെക്കട്ടെ. ഇപ്പൊ ഒരു സ്വർണം ഇതാ. നിങ്ങള് ഉമ്മ എവിടുന്നാ വരുന്നേ? ഒരു മോതിരം ഉണ്ട്, 2 കമ്മലും ഉണ്ട് അല്ലേ? ഇത് ആർക്കുള്ളതാ? അല്ല, താൽപ്പാപ്പക്കല്ല, എന്നോട് സ്നേഹമൊന്നുമില്ല. പിന്നെ ഉണ്ടല്ലേ ഇങ്ങോട്ടേക്ക് ഈ ഉമ്മാനെ ഇവിടെ കൊടുന്നത് മക്കള്. അന്ന് ഈ ഉമ്മാക്ക് നടക്കാൻ കഴിയൂല. നട്ടന് പഴുപ്പ് വന്ന് അന്ന് കടന്നിട്ടാ ഇവിടെ കൊടുന്നത്. ഇവിടെ വന്നു അൽഹംദുലില്ലാ. ഇവിടെ മക്കളെവിടെ? അപ്പൊ ഞാൻ 7 മാസത്തെ അവധി കൊടുത്തു. നടപ്പത്തിന് നിങ്ങൾ നടക്കുന്നു. തങ്ങളിപ്പോ പറഞ്ഞ 7 മാസം കൊണ്ട് നിങ്ങൾ നടക്കുന്നു, ഒരിക്കലും തിരിച്ചു വരൂല എന്ന് പറഞ്ഞ കടത്തിയിട്ടാ കൊടുന്നു. ആ ഉമ്മയാണ് ഇപ്പൊ നടന്നു വന്നത്. അള്ളാഹു ആഫിയത്തുള്ള ആരും അള്ളാഹു കൊടുക്കട്ടെ. അപ്പൊ അതിനാണ് ഒരു മോതിരവും 2 കമ്മലും. അള്ളാഹു നാളെ ആഖിറത്തിലേക്ക് അർഹമായ പ്രതിഫലം അള്ളാഹു നൽകട്ടെ കേട്ടോ. ഞാൻ ഇപ്പൊ ദുആ ചെയ്യട്ടോ ഉമ്മാക്ക് വേണ്ടിയിട്ട്. ഇനി അടുത്തത് ഇതെന്താ മോളെ? ഇതാർക്കല്ല? തങ്ങൾ പാപ്പാക്ക് എഴുതിയിട്ടില്ല. ഇതെന്താ നേർച്ച? നേരോ ഇവിടെ വന്നീന്നോ? തങ്ങൾ പാപ്പ എന്താ പറഞ്ഞേ? മാഷാ അല്ലാഹ്. എത്ര കൊല്ലായി വിഷമം തുടങ്ങിയിട്ട്? 14 വർഷമായിട്ട് ഭർത്താവ് കള്ള്, ഭയങ്കര തമ്മാടിയെന്നും സ്നേഹമൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്നീന്നോ? തങ്ങൾ പാപ്പ എന്താ പറഞ്ഞേ? ശരിയാന്ന് പറഞ്ഞു. ഇപ്പൊ നന്നായോ? സ്നേഹം ഉണ്ടോ? ഒക്കെ നിർത്തിയോ? മാഷാ അല്ലാഹ്.
കല്ല് കുടി നിർത്തി. ഇപ്പൊ സന്തോഷാണ്. അള്ളാഹു മരിക്കണത് വരെ സന്തോഷത്തോടെ ജീവിക്കാനുള്ള ഭാഗ്യം അള്ളാഹു തരട്ടെ. ചെയ്യുന്ന തെറ്റുള്ള അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അല്ലേ? എത്ര മാസത്തെ അവധി ഞാൻ പറഞ്ഞേ? എത്ര? 7 മാസം. ഇവിടെ വന്നിട്ട് എത്ര മാസം? മാഷാ. പ്രാഹത്തായി. ഈ പൈസ എടുക്ക, ഇത് ഇരിക്കുള്ളതാ. ഇതെത്ര? മാഷാ. 16 വെച്ചുകൊണ്ട് മനോഹരമായ മോതിരമുണ്ട്. അള്ളാഹു അർഹമായ ഫിദ് അള്ളാഹു തെറ്റട്ടോ. ഇപ്പൊ ഞാൻ ദ്വാരിക്കും. ഇനിയൊന്നുമില്ലല്ലോ. ഇതെന്താ ഫതിൽ? എന്താ ഫതില്? അള്ളാഹു ബർക്കത്ത് കേട്ടോ. ഇതെന്താ ഉമ്മ? ഇങ്ങോട്ടേക്ക് ഉമ്മാന്റെ കണ്ണിന് ആ താത്ത മോതിരം തന്നോലോ. അവിടെ മോതിരം തന്നോല് എന്നെ കണ്ടിട്ടേ പോകാൻ പറ്റുള്ളൂ. ടോക്കൺ നോക്കട്ടെ, കയറിക്കോളൂ കേട്ടോ. വേഗം കയറിക്കോളൂ. കണ്ണിന് കാഴ്ച ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്ന് പറഞ്ഞു. അപ്പൊ തങ്ങളപ്പം എന്താ പറഞ്ഞു? കാണൂലറിയില്ലേ? എന്താ പറഞ്ഞു? കാണുന്നു പറഞ്ഞു. ഇപ്പൊ കാണാൻ തുടങ്ങിയോ? ഈ കറുത്ത കുപ്പായം കാണുന്നുണ്ടോ? വെള്ളക്കുപ്പായ? കണ്ണിന് കാഴ്ച ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്നിരുന്നു. അൽഹംദുലില്ലാ. ഇപ്പൊ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കൊടുത്തു. ഇത് വെള്ളക്കുപ്പായത്തിലെ ശരിയാ? അള്ളാഹു ഈ കണ്ണിന്റെ കാഴ്ച മരിക്കുന്ന സന്തോഷത്തോടെ കാണുന്ന ഭാഗ്യത കൊടുക്കട്ടെ. ഇതായിരിക്കാം ഇതിന്റെ കുട്ടിക്കുള്ള. അള്ളാഹു തീരെ കണ്ടില്ല. കണ്ടിട്ട് പോയാൽ മതി. അപ്പൊ ഇതെത്തിയ മക്കൾക്ക് ഇതായിരിക്കാം. അള്ളാഹു പഠിക്കുന്നത് സംഭവം നേരോ? എത്ര പോയിട്ട്? ഇതായിരിക്കും എത്തിയ മക്കൾക്ക് അല്ലേ? പാവങ്ങൾ. പിന്നെ 3 എത്ര പവൻ? 1.5 പവന്റെ സ്വർണം വീട്ടിൽ നിന്ന് പോയി. ഉടനെ അവൻ എന്താട്ടി? സാധാരണ ഒന്നും ഉണ്ടല്ലോ 1.5 പവന്റെ സ്വർണം വീട്ടിൽ നിന്ന് പോയി. സാധാരണ സ്വർണം പോയ പോലീസ് സ്റ്റേഷനിലേക്കല്ല പോവുക. നൂറ് ഹബീബിന്റെ ആൾക്കാർ കൊടുക്കട്ടൊക്കെ വരിക. അൽഹംദുലില്ലാ ആ സ്വർണം തിരിച്ചു കിട്ടി. കൊണ്ടുപോയി ആൾക്കാർ പരി കൊടുത്തിട്ടു. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. സന്തോഷം അള്ളാഹു തരട്ടെ കേട്ടാ. ഫതില് പറഞ്ഞിട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. 1.5 പവനൊക്കെ പോയി 1/2 പവൻ തരണ്ടാണ്. ഇതെന്താ മോതിരം? ഇവിടെ വന്നു തങ്ങളപ്പന്തായിരുന്നു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, റാഹത്തുണ്ട്. ഓപ്പറേഷൻ ചെയ്തോ? മാഷാ അല്ലാ. തലക്ക് നീര് വന്നിട്ട് ഡോക്ടർമാർ തലക്ക് ഓപ്പറേഷൻ പറഞ്ഞ. അപ്പോ ഓപ്പറേഷൻ ചെയ്താൽ ഒരു ഭാഗം കൊഴിഞ്ഞു പോകുന്നും പറഞ്ഞു. അൽഹംദുലില്ലാ. അപ്പൊ ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നിട്ടില്ല. പകുതി 90% രോഗം മാറി. ഇനി അള്ളാഹു സുഖം നൽകട്ടെ. അപ്പൊ അതിന് ഇനിയല്ല കഴിഞ്ഞില്ലേ? അതഞ്ഞോട് സ്ഥലത്തിന്റെ അവിടേക്കാ വാങ്ങി. ഇതെന്താ? അയ്യാ വാങ്ങിക്കോളൂ. ഫതിലല്ലല്ലോ. അള്ളാഹു ഫതില ശരി. എന്ത് ഫതില് പറഞ്ഞാണ്? 3 ലൈസൻസ് കിട്ടാണ്ട് 3 കിട്ടി. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇത് സ്ഥലത്തിനല്ലേ? ആ സ്ഥലത്തിന്റെ കവറിൽ തന്നെ സ്ഥലത്തിന്റെ ഇനി ഒന്നും പറയാലല്ലോ. അപ്പൊ ഈ തന്നോൽക്കൊരു ഫാത്തി പോലും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അവർക്ക് തോന്നുന്ന ധാരാളം സമ്പത്ത് അള്ളാഹു കൊടുക്കട്ടെ കേട്ടാ. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين.